താങ്കൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില വാചകങ്ങളാണ്. അതായത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞത്, അപ്പ എന്നെ ഒരു രാജകുമാരിയായാണ് വളർത്തിയത്, അദ്ദേഹത്തിൻ്റെ പാത പറ്റാവുന്നത്രയും പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുക എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയത്തിലും സജീവമാവുക എന്നാണോ? ഗോപി അത് വെച്ച് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ എന്നെ ഒരു രാജകുമാരിയായിട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എവറിത്തിങ് ടേക്കൺ കെയർ ആയിരുന്നു. ഒരിക്കലും കൂടെ ഇല്ലെങ്കിലും എപ്പോഴും ഒരു ഫോൺ കോളിലെല്ലാം അന്വേഷിക്കുമായിരുന്നു. അപ്പയുടെ പാത അപ്പോൾ പഠിപ്പിച്ച് ഒരുപാട്, എപ്പോഴും കൂടെ ഇല്ലെങ്കിലും നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളത്, ഒരാൾ സഹായം ചോദിച്ചു വന്നാൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം നമ്മളത് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരാളെ സഹായിക്കാൻ എപ്പോഴും നമുക്ക് പൈസയുടെ ആവശ്യമില്ല, നമ്മുടെ മനസ്സ് മതി. അപ്പം അത്രയേറെ എന്നെ കെയർ ചെയ്താണ് അപ്പ വളർത്തിയത്. അപ്പം അപ്പയുടെ ആ ആഗ്രഹം, അപ്പ പഠിപ്പിച്ചു തന്ന ആ കാര്യം എന്നെ കൊണ്ട് കഴിയാവുന്ന വിധം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ 10-15 വർഷമായിട്ട് ഞാൻ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു വളരെ ഒരു ലോ പ്രൊഫൈലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷം അപ്പയുടെ മരണത്തിന് ശേഷമാണ് ആക്ച്വലി ഒരുപാട് പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് അത് ഒരുപാട് പബ്ലിക്ലി നോട്ടീസ് ചെയ്യപ്പെട്ടതും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അപ്പയുടെ ആ ആഗ്രഹം സഫലമാകുന്ന പോലെ മുമ്പോട്ട് പ്രവർത്തിച്ചു പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഡോക്ടർ മറിയ, സ്വാഭാവികമായിട്ടും ഒരു നല്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ശീലങ്ങളും ഒക്കെയാണ്, അതായത് പരസഹായം ചെയ്യുക, സന്മനസ്സോടുകൂടി ജീവിക്കുക, ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ട് വരികയോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് തന്നെ അവരെ സഹായിക്കാവുന്ന തരത്തിൽ സഹായിക്കുക. നേരത്തെ ഇപ്പോൾ അപ്പ പഠിപ്പിച്ചതുപോലെ തന്നെ കാശ് വേണമെന്ന് നിർബന്ധമില്ല, നമുക്കതിനോടൊരു മനസ്സുണ്ടായാൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കും. ഉമ്മൻചാണ്ടി സാർ ചെയ്തിരുന്നത് പൊതുപ്രവർത്തന രംഗത്താണ്, രാഷ്ട്രീയത്തിലാണ്. ഞാൻ ആ അഭിമുഖത്തിൽ തന്നെ വായിച്ച ഒരു ഭാഗം കൂടി വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അതായത് താങ്കൾ പറഞ്ഞത് അപ്പയ്ക്ക് വേണ്ടി ഇനി എന്തെങ്കിലും കൂടി ചെയ്യാനുണ്ടായിരുന്നോ എന്ന ഒരു ആലോചന, അങ്ങനെ ഒരു സംശയത്തിലാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്നാണ്. ഈ സമയത്തും അപ്പയെക്കുറിച്ച് അങ്ങനെയൊക്കെ ആലോചിക്കണമെങ്കിൽ താങ്കൾ മറ്റെന്തോ കൂടി ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ. അത് പൊതുപ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? അങ്ങനെ ഞാൻ അന്ന് ഈ പറഞ്ഞ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്, ഞാൻ എന്തെങ്കിലും കൂടി ചെയ്യാമായിരുന്നു എന്ന് ഉദ്ദേശിച്ചത് അപ്പയോടുകൂടെ കുറച്ചുകൂടെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്, കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാമായിരുന്നു എന്നായിരുന്നു. എന്താ വെച്ചാൽ അപ്പ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചെറുപ്പകാലത്തൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ, പക്ഷെ പറഞ്ഞല്ലോ അദൃശ്യമായിട്ടും ഞങ്ങളെ ഫുൾ ടേക്കൺ കെയർ ആയിരുന്നു, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു. പക്ഷേ ഒരു കോവിഡ് കാലഘട്ടത്തിലായിരിക്കാം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്പയെ കിട്ടിയത്. എൻ്റെ മകനാണെങ്കിൽ പോലും അപ്പയെ ആദ്യം ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആ സമയത്താണ്. അപ്പം ആ കാലഘട്ടത്തിൽ പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഇടയ്ക്ക് കൂടുതൽ സമയം വീട്ടിലുണ്ടാവുമായിരുന്നു, കോവിഡ് കാലത്ത് എസ്പെഷ്യലി. ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് കോവിഡ് സമയത്തൊക്കെ വർക്ക് ഫ്രം ഹോമാണ്. വർക്കിംഗ് ആയതുകൊണ്ട് മേളിൽ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം പല പ്രാവശ്യം വിളിക്കും, മോളെ എന്നേ വിളിക്കത്തുള്ളൂ, പേര് പോലും അങ്ങനെ വിളിക്കത്തില്ല. അത് ഞങ്ങളെല്ലാവരെയും അങ്ങനെ തന്നെ മോനെ എന്നാണ് വിളിക്കാറ്. അപ്പം എനിക്ക് പലപ്പോഴും ആ വിളിക്കുന്ന സമയത്ത് വരാൻ സാധിച്ചിട്ടില്ല. അപ്പം അപ്പയുടെ മരണശേഷമാകാം, അതാ ഒരിക്കലും നികത്താൻ പറ്റാത്ത ആ നഷ്ടമുണ്ടായതിന് ശേഷമാകാം അന്ന് ഞാൻ കുറച്ചുകൂടെ വിളിച്ചപ്പം. പക്ഷെ ഞാൻ വരുമായിരുന്നു കുറേ ലേറ്റായിട്ട്, എൻ്റെ കാര്യങ്ങൾ വർക്കൊക്കെ തീർത്തിട്ട് വരുമായിരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ആ നഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വിളിച്ചപ്പോൾ തന്നെ വരാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.